ഹലോ ഹലോ ഹായ് സാർ വെൽക്കം ബാക്ക്. ഹായ് 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 പേരെന്തായിരുന്നു? ഞാൻ പേര് മറന്നുപോയി. ഷാജി പാപ്പൻ. ഷാജി പാപ്പൻ. ഷാജി പാപ്പൻ. ഇന്നെന്താണ് നമ്മുടെ പരിപാടി? സാർ നമുക്ക് ഇന്ന് ഇവിടുത്തെ നമ്മുടെ ഒരു ബിസിനസ് എൻറ്റിറ്റി ഉണ്ട്, മിസ്റ്റർ എക്സ് ആൻഡ് അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞില്ലേ മിസ്റ്റർ എക്സ്. അപ്പൊ അവരെ മീറ്റ് ചെയ്യണം. അവരൊരു ടാസ്ക് തരും. ആ ടാസ്ക് കംപ്ലീറ്റ് ആക്കി കഴിയുമ്പോഴത്തേക്കും ബാക്കി അവര് പറയും നിങ്ങളുടെ ബാക്കി ആക്ടിവിറ്റീസ്, നിങ്ങളുടെ വണ്ടി ബാക്കി കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത്. പെട്ടെന്ന് ലൈറ്റ് ഒക്കെ വന്നോ ഇതിനകത്ത്? അത് രാത്രി കത്തുന്നതല്ലേ? രാത്രി കത്തുന്നത്. എല്ലാരും ബ്ലാക്ക് ഇട്ടോ? സെറ്റ് ഇതാണ് സെറ്റ് കേട്ടോ. ഇത് കൊള്ളാം. ഓക്കെ, അപ്പൊ എടാ വണ്ടി എടുത്തോ. ഞാൻ ഇതില് BM എല്ലാരും അതനുസരിച്ച് ആദ്യം അണ്ണം വന്ന് നിൽക്കും. അതിന്റെ ബാക്കിലായിട്ട് അങ്ങ് വന്ന് നിൽക്കാം. ഫോർമേഷൻ ആണ്, 3 ലൈന്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാനായിരിക്കും പറയണ, സൈഡിൽ പാർക്ക് ചെയ്യാം. ഇറങ്ങി നടന്നു പോണ തോന്നുന്നു. അപ്പോയിന്റ്മെന്റ് ഹലോ ഹലോ, നമ്മള് മിസ്റ്റർ എക്സ് ആയിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ അടുത്ത് വരാൻ. എന്റെ പേര് പരന്തുവാസ്. നമ്മള് ഒരു മിനിറ്റ്, 1 2 3 4 5 6 7 8 9 10 11 13 14 15 16 പേരുണ്ട്. 16 പേരാ? ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, അവിടെ ഒരു ഗാർഡ് ഉണ്ടാവും. ആ ഗാർഡിന്റെ അനുസരിച്ച് വണ്ടി പാർക്ക് ചെയ്യണേ. എല്ലാരും സൈഡിലോട്ട് പാർക്ക് ചെയ്യാ. ഇവിടെ സൈഡിൽ പാർക്ക് ചെയ്യേണ്ടതുണ്ട്. അവിടെ ലെഫ്റ്റിലോട്ട് പാർക്ക് പാർക്കിംഗല്ലോ. അല്ല നമുക്ക് പാർക്ക് ചെയ്യാം. എല്ലാരും ഓരോരോ കാർ വെച്ച് പാർക്ക് ചെയ്തു. ബാക്കിലോട്ട് ഗേറ്റ് അടുപ്പിച്ചിട്ടോ. സാർ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യും. ഞങ്ങൾക്ക് അകത്തോട്ട് അനുവാദം മീറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യും. ഇവിടെ കൊണ്ടിട്ട് അന്ന് ഇപ്പുറത്തിട്ട് എല്ലാരും വാ. നിങ്ങള് ഫോർമേഷനിൽ ഒന്ന് നിൽക്കാവോ? നിക്ക്. എടാ ഫോർമേഷൻ. സർ റെഡി ആയോ നിങ്ങള്? അതെ റെഡി. അവരെ അങ്ങോട്ട് കൊണ്ടുവരട്ടെ? സോ ഇതേ ഫോർമേഷനിൽ അങ്ങോട്ട് വന്നോളൂ. ഫോർമേഷൻ രണ്ടുപേരെ സുഖമില്ലാത്തോടെ പിന്നെന്തിനാ അവിടെ ഫോർമേഷൻ നിർത്തി? അവിടെ പോയി നിന്നാ പോരായിരുന്നു. ഫോർമേഷനിൽ വരുന്ന കണ്ടോണേ ഇപ്പൊ. നിലയിൽ ഞാൻ എന്താണ് പറയാനുള്ളത് മിസ്റ്റർ എക്സിനെ കാണുമ്പോ? എന്തോന്ന് പറയാനാ? എന്താണ് ചായയുടെ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ആയല്ലോ. അല്ല ഗാഗായി, പക്ഷെ എങ്കിലും ഒഫീഷ്യൽ ഒരു ഇതല്ലേ. ഇതെന്താ പെണ്ണുങ്ങളൊക്കെ ലേഡീസ് ഒക്കെ ഉണ്ടല്ലോ. ഹലോ welcome to Mr. Sanskrit. thank you so much. താങ്ക്സ്. നമുക്ക് മുകളിലേക്ക് ഇരിക്കാം. sure. എനിക്കിവിടെ റോഡല്ലോ. ഞാൻ അമ്പത്തൂരിനെ കൂട്ടി വരാട്ടെ. ഒന്നും കാണുന്നില്ല അകത്ത് ആൾക്കാരെ ഒന്നും. വെപ്പൺസ് ഉണ്ടോ കയ്യില്? ഇല്ല വെപ്പൺസ് ഒന്നുമില്ല. എന്തോ ഐറ്റം ഉണ്ട്. ആരെല്ലാം കയ്യിൽ എന്തെങ്കിലും വെപ്പൺസ് എല്ലാം ഉണ്ടോ? സ്റ്റീൽ ഡിൽഡോ എന്തോ ഡിറ്റക്ട് ആയതാണ്. കണ്ണാപ്പിയുടെ വെപ്പ് സ്റ്റീലാണ്. അതാണ്
ഓക്കെ മതി സംസാരം മതി Yes, Mr. പേരെങ്ങനെയായിരുന്നു? എന്റെ പേര് പരന്തുവാസ്. Yes, so welcome to Mr. X and Associates. Oh, thank you. So this is our team and Cage. Okay. Hi guys. ഹായ് ഹലോ Yeah. എല്ലാവരും യാത്രയെല്ലാം സുഖമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. സുഖമായിരുന്നു. ശബ്ദം കുറവാണ്, കുറച്ചൊന്ന് കൂട്ടാൻ പറ്റുമോ? പുറകെ ഇരിക്കുന്നവർക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ കേൾക്കുന്നില്ല, എല്ലാരും കേൾക്കുന്നില്ലേ? Cage നമുക്ക് ഇരുന്നാൻ സാധിക്കില്ല ബട്ട് മേക്ക് യുവർ സെൽഫ് കംഫർട്ടബിൾ. നമ്മൾ ഇരിക്കും. ഒന്ന് അസിസ്റ്റ് ചെയ്യാലേ. ഓക്കെ. എല്ലാവരും ഇരിക്കും. നമുക്ക് എല്ലാവരും കൂടി ആലോചിച്ച് നമുക്ക് തീരുമാനിക്കാം. അതിന് വേണ്ടിയിട്ട് എല്ലാ ഗ്യാങ്സിനും നമുക്കൊന്ന് ഒരു മീറ്റിംഗ് എല്ലാവരും വിളിക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെയിൻലി നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾക്ക് ഹോം, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്യാങ് ഹൗസ് എവിടെയാണോ വേണ്ടത് അതിനുള്ള പ്രോപ്പർട്ടി നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് മേടിച്ച് സെറ്റ് ചെയ്ത് തരും. നിങ്ങളുടെ ഗ്യാങ് വെഹിക്കിൾ നിങ്ങൾക്ക് ഏതിനാണ് വേണ്ടത് അതിന്റെ സ്റ്റിക്കർ വർക്ക്, പാർട്ട് വർക്ക് എല്ലാം നമ്മൾ എഞ്ചിൻ വർക്ക് എല്ലാം ചെയ്ത് നമ്മൾ തരും. അതുപോലെ തന്നെയുള്ള നിങ്ങളുടെ ഡ്രസ്സ്, അതിന്റെ എല്ലാം ഓൾട്ടറേഷൻ കാര്യങ്ങളെല്ലാം നമ്മളായിരിക്കും ചെയ്യുന്നത്. ഇതെല്ലാം ഒരു ഗ്യാങ്ങിന് വേണ്ടിയിട്ട് എല്ലാ ആക്ടിവിറ്റി പ്രോഗ്രാം ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ സൈഡിൽ നിന്നായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതെല്ലാം മിസ്റ്റർ ത്രൂ ആയിരിക്കും വരുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് കറന്റ്ലി നമ്മൾ ഇല്ലീഗൽ ഓപ്പറേഷൻസ്, അതായത് ഗൺ ഷോപ്പ് അതൊക്കെ ആക്റ്റീവ് ആവുന്നത് വരെ ഗ്യാങ്ങിന് സർവൈവ് ചെയ്യാനുള്ള ഗ്രൈൻഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇല്ലീഗൽ ഐറ്റംസ് ലൈക്ക് ഗൺസ് ക്രാഫ്റ്റ് ചെയ്യാനുള്ള മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യുന്നത് മിസ്റ്റർ സൈഡിൽ നിന്നായിരിക്കും. നിങ്ങളത് കൺസൈൻമെന്റ് ത്രൂ ആയിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുക. കൺസൈൻമെന്റ് ത്രൂ നിങ്ങളത് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചതിന് ശേഷം നിങ്ങൾക്ക് കൊണ്ടുപോയി സെൽഫായിട്ട് ക്രാഫ്റ്റ് ചെയ്യാം, യൂസ് ചെയ്യാം, സെല് ചെയ്യാം. ദാറ്റ്സ് യുവർ ചോയ്സ്. ഓക്കെ, ഓൾ ക്ലിയർ. പിന്നീട് നമുക്ക് ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങളിവിടെ നമുക്ക് നിങ്ങളെ കുറിച്ച് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നമ്മളെല്ലാം ചെക്ക് ചെയ്ത് തിരിക്കുക. സോ ഞങ്ങൾ ഇവിടെ നിങ്ങൾക്കായിട്ടൊരു ജസ്റ്റ് ഒരു ടാസ്ക് എന്ന് പറയാനല്ല, നിങ്ങൾക്ക് സിമ്പിൾ ജോബ് ആയിരിക്കും, ബട്ട് ലൈക്ക് എ ടാസ്ക് നിങ്ങൾക്ക് ഒരു കാര്യം അറേഞ്ച് ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് മിസ്റ്റർ കെ നിങ്ങൾക്ക് പറയുന്നതായിരിക്കും. സോ ഗൈസ് നമുക്കിവിടെ ഒരു വോൾട്ട് എന്ന സംഭവം ഉണ്ട്. ഓക്കെ, അത് നിങ്ങള് പീരീഡ് കണ്ണ് വെട്ടിച്ച് നമുക്ക് എത്തിച്ചു തന്നു കഴിഞ്ഞാൽ ഇൻ റിട്ടേൺ നിങ്ങൾ ഗ്യാങ് ആയി തുടക്കത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അത് ഇന്ന് ചെയ്യണോ നമ്മള്? അതെ. ഓക്കെ, സോ അത് എങ്ങനെ ഇത് ലൈക്ക് പീഡിയുടെ കണ്ണുവെട്ടിച്ചെന്ന് പറയുമ്പോൾ ലൈക്ക് അവരായിട്ട് ഫൈറ്റ് എടുക്കേണ്ട സിറ്റുവേഷൻസ് വരുമോ? ഫൈറ്റ് എടുക്കണ്ട, ലൈക്ക് നിങ്ങൾക്ക് അത് ചേസിൽ തന്നെ കവർ ചെയ്യാൻ പറ്റും. ലൈക്ക് നിങ്ങൾക്കൊരു ഇടിവണ്ടി വരെ ഉണ്ടാവും, പ്രൊട്ടക്ഷൻ വണ്ടി നമുക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ നിങ്ങളെ ഒരു പെട്ടിയാണ്, വലിയ പെട്ടിയാണ്, അത് ഓടിച്ച് ഞങ്ങൾ സാൻഡി എയർഫീൽഡ് എത്തിച്ചു തന്നാല് ബാക്കി നിങ്ങളുടെ ഒരു ഗ്യാങ്ങിന് ആവശ്യമുള്ള ഗൺസ് ആണല്ലോ. സോ നിങ്ങളുടെ എല്ലാവർക്കും അത് 30 പേർക്കുള്ള ഗണ്ണും കാര്യം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ എല്ലാ ഡീൽസും വി ബേസിക്കലി ആർ ബിസിനസ്, എവറിത്തിങ് ഈസ് ഓൺ ബിസിനസ്. ഓക്കെ, എത്തിച്ചിരിക്കും. ഞങ്ങളുടെ ഒരു ഫസ്റ്റ് ഡ്യൂട്ടി എന്നുള്ള രീതിയിൽ ഞങ്ങൾ നന്നായിട്ട് ചെയ്തു തരും. അതെ, നമുക്കറിയാം നിങ്ങൾക്ക് ഇതൊരു ടാസ്ക് ആയിട്ട് ഒരിക്കലും ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല. ഞങ്ങൾക്കറിയാം നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കേസ്. അപ്പൊ ഞങ്ങളത് എത്തിക്കാം, ഇപ്പൊ തന്നെ എത്തിക്കാം. ഇത് നിങ്ങൾക്കൊരു ടാസ്ക് തരണമായിട്ട് വിചാരിക്കും. ഐ നോ നിങ്ങളത് ഞങ്ങൾക്ക് അറിയാം. നിങ്ങളപ്പോ നിങ്ങളുടെ ഒരു ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് മാത്രമായിട്ട് നമ്മളിത് കാണുന്നു. എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായി. ശേഷം നമുക്ക് ബാക്കിയുള്ള ടാസ്കുകളും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിന് ശേഷം സംസാരിക്കാം. അതുപോലെ ബാക്കിയുള്ള നിങ്ങളുടെ എല്ലാ ബിസിനസ് ഐഡിയാസും ഡീൽസും നമ്മളോട് തുറന്നു പറയാം. മീൻസ് തുറന്നു പറയാന്ന് പറയാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസും കാര്യങ്ങളും എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തുറന്നു പറയാം. നമ്മൾ ഓൾവേസ് ഹെൽപ്ഫുൾ ആണ്, നമ്മൾ ചെയ്യാനായിട്ട് റെഡിയാണ്. നമ്മൾ തമ്മിലൊരു നല്ല ബന്ധം തുടർന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ഉറപ്പായിട്ടും ഞങ്ങളുടെ സൈഡിൽ നിന്ന് എല്ലാവരെയും നമ്മുടെ TV എന്ന് പറയുന്ന സൈഡിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവിധ എന്താ പറയാ, നമ്മുടെ സൈഡിൽ നിന്ന് എല്ലാവിധ നിങ്ങളുടെ ഇതിനകത്തുള്ള സഹകരണം ഉണ്ടാവും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ എന്തായാലും മുന്നിലുണ്ടാവും. നിങ്ങളും നമുക്ക് വേണ്ടി ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത് നമുക്ക് ഈ ഡീൽ ഇവിടെ തുടങ്ങാം. യെസ്, ഓബിയസ്ലി നമ്മളെപ്പോഴും ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മളൊരു ബിസിനസ് ടീമാണ്. ഞങ്ങൾ ഓൾവേസ് ഞങ്ങൾ കൗണ്ട് ചെയ്യുന്നത് ബിസിനസ്സിലാണ്. ഞങ്ങൾ എങ്ങനെ ഞങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാം, അതിൽ കൂടെ ഞങ്ങളുടെ പാർട്ട്നേഴ്സിനെ എങ്ങനെ കൂടുതൽ സഹായിക്കാം. ഓബിയസ്ലി ഞങ്ങൾ ബിസിനസ് ആയിട്ട് ലാഭം നോക്കും, ബട്ട് കൂടുതൽ നമ്മുടെ പാർട്ട്നേഴ്സിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതായിരിക്കും ഞങ്ങൾ ശ്രദ്ധിക്കുക. സോ
അറിയാലോ നമ്മളെല്ലാവരും ഈ റെസ്പെക്റ്റിലാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മളെല്ലാവരും എല്ലാവരും വെച്ച് കാണാൻ പരിചയപ്പെടാം. ഇനി എല്ലാവരെയും പുറത്ത് വെച്ച് കാണാനും പരിചയപ്പെടാനൊക്കെ നല്ലൊരു ബന്ധം തുടർന്നു പോകാനായിട്ട് സാധിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊരു നെഗറ്റീവായിട്ട് എടുക്കേണ്ടത് പോസിറ്റീവ് സൈഡിൽ പറഞ്ഞു. മനസ്സിലായി. അപ്പൊ ഈ കൺസൈൻമെന്റ് ഞങ്ങൾക്ക് തന്ന ആദ്യത്തെ ഡ്യൂട്ടി ഞങ്ങളിപ്പം എന്തായാലും ഇന്ന് ഇപ്പൊ തന്നെ ചെയ്യാം. ഞങ്ങൾ ഈ കൺസൈൻമെന്റ് എത്തിച്ചിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. അതെ, ഓക്കെ. സരക്കുണ്ട്. ടോളാണോ ഇതില് പക്ഷെ ഒരു കാര്യമുണ്ട്, എന്താന്നറിയാവോ? ഇതില് ഇപ്പം ഇത് കാണാൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ ആഡ് ചെയ്യുന്നത് ഇവിടെ ഈ പുള്ളിയോട് സംസാരിച്ച് വേറെ ആരും ബഗ്ഗാക്കല്ലേ ഇതില് സ്റ്റാർട്ട് വോൾട്ട് ഹൈസ്റ്റ് അല്ല സ്റ്റാർട്ട് ചെയ്യല്. അതിന് മുന്നേ ജോയിൻ ക്രൂ ഉണ്ടോ? ജോയിൻ വോൾട്ട് ഹൈസ്റ്റ് ക്രൂ. അത് ആരൊക്കെ ചെയ്യണം അവരോട് ചെയ്യാൻ പറ, ജോയിൻ ചെയ്യാൻ പറ. 3 പേരാണ് മിനിമം. 3 പേര്. ഓക്കെ, ഞാനും രായനും സരക്കും 3 പേരും കൂടെ ചെയ്യും. ഞാൻ ചെയ്ത് ജോയിൻ ക്രൂ അടിക്കും സരക്കെ. അതില് ആ പുള്ളിയോട് സംസാരിച്ചാൽ മതി. ഇനി വാസമാണ് സ്റ്റാർട്ട് വോൾട്ട് ഹൈസ്റ്റ് ഞാൻ കൊടുക്കുവാണേ. ഓക്കെ, അവര് പോയി കണ്ടിട്ട് വരട്ടെ. അതില് Okay guys, listen, let's start our plan. We need 2 ghost vehicles and insurgent. You need get from LSVD station. Okay. First destination on the map will be marked on the navigation. Okay. After you take the vehicles, you should head to the location where the safe is. Blast the wall, hook the hook and start pushing the gas. Once the safe out of the way, you must take a safe to second destination on the map. Open the safe and get dusty with the money. Okay. സെക്കൻഡ് ലൊക്കേഷനിൽ നിന്ന് നമ്മൾ വോൾട്ട് എടുത്തോണ്ട് ഇവിടെ വരണം. തിരിച്ച് സാൻഡി വരണം. സാൻഡി എയർഫീൽഡിൽ വരണം. ഫൈനൽ ലൊക്കേഷൻ ഇവിടെ അല്ല, സാൻഡി എയർഫീൽഡില്ല. മാപ്പ് ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്ക്. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. അവിടെ എത്തിച്ചാൽ മതി. അപ്പം തുടങ്ങാം. അതായത് ഈ ഏരിയയിലാണ് തീരുന്നത് ലാസ്റ്റ്. നമ്മളിപ്പോ മാപ്പ് ശ്രദ്ധിച്ചു നോക്കി. ആ മാപ്പ് MRPD എടുക്കാ കിടക്കുന്നത്. അവിടെ ഇവിടെ നമ്മളിപ്പോ MRPDയിലോട്ട് പോകണം. അവിടെ നിങ്ങൾക്ക് വേണ്ട വണ്ടികൾ കിടപ്പുണ്ടാവും. ആ വണ്ടികൾ എടുത്തോണ്ട് വേണം സെക്കൻഡ് ലൊക്കേഷനിലോട്ട് പോകാൻ. സെക്കൻഡ് ലൊക്കേഷനിൽ പോയിട്ട് വോൾട്ട് എടുക്കണം. വോൾട്ട് എടുത്ത് കഴിഞ്ഞിട്ട് 3ാമത്തെ ലൊക്കേഷൻ ആണ് സാൻഡി. കാണുന്നുണ്ടോ? സാൻഡി എയർഫീൽഡ് അവിടെ വരണം. അതാണ് ആ പ്ലാനിലുള്ളത്. ബായ സാറെ കോടി ആ ഡിഫൻഡറിലോട്ട് പോയോ? സരക്കറിയില്ലേ ഇത് കയറാൻ പറ. ഷാജിബാബൻ ഷാജിബാബൻ അവിടെ മറ്റേ എടുത്തോട്ട് എത്തിയാ മതി. പോട്ടെ. MRPD അറിയാവോ? എനിക്ക് മാർക്ക് കാണിക്കുന്നുണ്ട്. അപ്പൊ ഫോളോ ചെയ്ത് പറഞ്ഞാടാ. ഫോളോ ചെയ്ത് പോയേ. ഇവിടെ അപ്പുറം ലെഫ്റ്റ് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയിട്ട് ലെഫ്റ്റ് ചെയ്ത് ഇവിടെ വണ്ടി ഉണ്ടോ? ഓക്കെ, ഇവിടുന്ന് ഇതാണ് ഞാൻ പറഞ്ഞ 2 2 സീറ്റർ 1 4 സീറ്റർ. ഓക്കെ, ഇതില് സ്പ്ലിറ്റ് ചെയ്ത് വണ്ടി എടുത്താൽ മതി. ഓക്കെ, ഒരു വണ്ടി എടുക്കുക, സരക്ക് ഒരു വണ്ടി എടുക്കുക അല്ലേ? ആദ്യമേ ഫോട്ടോ അറിയണം ചെക്കിയിട്ട്. ഹോട്ട് വെയർ ആണല്ലേ? എച്ച് ഫോട്ടോ എന്നിട്ട് ജീവനൊക്കെ സ്റ്റാർട്ട്. അത്രേ ഉള്ളൂ. പോട്ടെ. ഞാൻ ഈ വണ്ടി ഫ്രണ്ടിലോട്ട് പോട്ടോ. മാറ്റി ഇല്ല. ഓക്കെ, ഫോളോ ചെയ്തോ. ഞാൻ അങ്ങോട്ട്
തുറക്കണ്ട. നമ്മൾ ആ ലൊക്കേഷനിലോട്ട് പോകണം. ആ ലൊക്കേഷനിലോട്ട് പോക്കോ. ഡിഫൻഡർ ഇരിക്കരുത്. ഡിഫൻഡർ കുറച്ച് സ്പീഡ് കൂടുതലായിരിക്കും എടാ, പയ്യെ വാ. അപ്പൊ കണ്ണാപ്പ് കേട്ടോ, കണ്ണാപ്പ്. അല്ലല്ല ഞാനല്ല ഞാൻ ഏറ്റവും പറയല് അസോനെ അകത്തോട്ട് ഞാനാ അതിന്റെ ഫ്രണ്ട് ഞാനാ. ലെഫ്റ്റ് എന്നിട്ട് അകത്തോട്ട് ഇറങ്ങിക്കോ. നേരെ പോക്കോ, സ്ട്രൈറ്റ് പോക്കോട്ടെ. ഓടിച്ചു താഴോട്ട് ഇറങ്ങിക്കോ. എന്നിട്ട് എനിക്കിവിടെ ലോഡ് ആയിട്ടില്ല കേട്ടോ. ലോഡ് വരുന്നതേ ഉള്ളൂ. റൈറ്റ് അപ്പൊ ലോഡ് നേരെ നേരെ ഇവിടുന്ന് റൈറ്റ്. എങ്ങോട്ട് പോണേ? ഇവിടെ നിർത്തിക്കോ. ആ 2 വണ്ടിയും തിരിച്ചിട്ടാൻ പറഞ്ഞോ. കാറ് ആ 2 വണ്ടി തിരിച്ചിട്ടോ. കാർ 2 തിരിച്ചിട്ടോ. ഇതും തിരിച്ചിടണോ? വേണ്ട. എന്നിട്ട് ബസ് ഇറങ്ങിക്കോ. സൗണ്ട് ബ്രേക്ക് റിക്വസ്റ്റ് ചെയ്താൽ മതിയേ. ആ അസോനെ, ഇനി ഞാനൊരു സാധനം തരാം. ഓക്കെ ഇത് പിടിപ്പിച്ചിട്ട് അധികം നേരം അവിടെ നിൽക്കരുത് ഓക്കെ കേട്ടോ. ഓക്കെ. ആധാർ നമ്പർ എത്ര? 21. ആ കിട്ടിയില്ലേ? ഓക്കെ കിട്ടി. നേരെ ഇവിടെ വരൂ. നേരെ ഇവിടെ കണ്ണ് വെച്ചിട്ട് നോക്കുമ്പോ കാണുന്നുണ്ടോ എന്തേലും? ഇല്ലില്ല. ആ ഉണ്ട്. ഫിക്സ് ചെയ്തിട്ട് വന്നു കേട്ടോ. ഓടിക്കടാ. ഓടിക്കോ. കീപ്പർ വെച്ച് മാറിക്കോ. സമയം തീർന്നോ? ഇല്ലില്ല, സമയം തീർന്നോണ്ടിരിക്കുന്നു. ആ ഇത് രായ. വോൾട്ട്. ആ ഇനി എന്താ ചെയ്യണ്ടേ? ഇനി ഇവർ രണ്ടു ഹുക്ക് പിടിപ്പിക്കണം. 59 37. ഇത് രണ്ടുപേരും അത് വണ്ടിയുടെ അടുക്ക പോയി യൂസ് അടിക്ക്. ബാക്കിൽ പോയിട്ട് അകത്തിരുന്നോണ്ട് യൂസ് അടിക്ക്. ഇവിടെ എന്താ ഇവിടെ സംഭവിക്കണേ? കുറച്ചുകൂടെ ബാക്കിലോട്ട് എടുത്തിട്ടോ. യൂസ് അടിച്ചാ എന്ത് പറ്റി? ഒന്നും കാണിക്കില്ല. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് നീക്കിട്ടോ. യൂസ് അടിച്ചിട്ട് വണ്ടിയിൽ ഇറങ്ങിയാ യൂസ് അടിച്ചിട്ട് വണ്ടി നിറയിക്കോ. സാറേ ടേക്ക് ദ ഹുക്ക്. ഈ അടിച്ചോ. ഈ അടിക്ക്. എന്നിട്ട് ആ വോൾട്ടിൽ കൊണ്ട് കണക്ട്. യു നീഡ് ദിസ് റോപ്പ്. എന്റെ അമ്മച്ചി, എന്ത് സാധനമല്ലേ? രണ്ടെണ്ണം കണക്ട് ചെയ്യണോ? 2 കണക്ട് ചെയ്യണം. ഒന്ന് മാറോ. ഓഹോ, ഒന്ന് ക്ലോസ് ചെയ്തോട്ടെ. ഇത് മനസ്സിലായില്ലേ? യൂസ് അടിച്ചിട്ട് ഈ അടിച്ചിറങ്ങിയാ മതി. ആ റോപ്പ് യൂസ് ചെയ്യണം. റോപ്പ് യൂസ് ചെയ്തിട്ട് ഈ അടിച്ചിട്ട് ഇറങ്ങിയാൽ മതി. ഈ അടിച്ച് ഇറങ്ങി വന്നില്ല. ഇല്ല, എനിക്ക് കാണിക്കുന്നുണ്ട് ടേക്ക് ദ ഹുക്ക് എന്ന് പറഞ്ഞിട്ട്. അന്ന് വാസവൻ എടുത്ത് ടേക്ക് ദ ഹുക്ക്. യു നീഡ് ദിസ് റോപ്പ്. അപ്പം അണ്ണനാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ അണ്ണയുടെ സാർ ഐഡി എന്ന് പറയാൻ 21 ആണ്. 21. സാർ കേറിയിട്ട് യൂസ് ചെയ്തിട്ട് ഈ അടിച്ചത്. ടേക്ക് ദ ഹുക്ക് എന്ന് വെളിയിൽ കാണിക്കുന്നുണ്ടായിരുന്നു ബ്രോ. യൂസ് ചെയ്തിട്ട് അപ്പൊ ഈ കാണിച്ചാ ഈ കാണിച്ച് ഈ ജെക്കിട്ട് ഇറങ്ങിക്കോ. ഇറങ്ങ്. എന്നിട്ട് ബാക്കിൽ വന്നില്ലേ? നേരെ ആദ്യം കൊണ്ട് കൊളുത്തിയാ മതി. അപ്പൊ ആ വണ്ടി ഞാനായിരിക്കും. പോലീസ് എത്താറായി കേട്ടോ. അറ്റാച്ച് ദ റോപ്പ് ടു വോൾട്ട്. ഏതാണോ? ഈ ആണോ? അത് തന്നെ. അല്ല, എനിക്ക് അവിടെ എന്തോ FPS നടക്കുന്നുണ്ട്. കണ്ണ് കാണാൻ പറ്റുന്നില്ല. ഫ്രീയായില്ലേ? ഇനി വണ്ടി എടുത്തോ. ഈ വണ്ടി എടുത്തോ. ഇതെടുത്തിട്ട് രണ്ടുപേര് ഫുൾ സ്പീഡിൽ ഫ്രണ്ടിലോട്ട്. വലിച്ചോ. റിവേഴ്സ് വലി റിവേഴ്സ് ഇട്. എന്നിട്ട് വീണ്ടും ഫ്രണ്ടിലോട്ട്. എടുത്തോ. വലി വീണ്ടും റിവേഴ്സ് എടുത്തിട്ട് ഫ്രണ്ടിലോട്ട്. അവിടെ ഫ്രണ്ട് മതില. ഇടത്തോട്ട്. മറ്റേ വണ്ടി കയറ്.
ഒരു സൈഡിലോട്ട് പോണേ, രണ്ട് സൈഡിലോട്ട് കൊണ്ടുപോകല്ലേ. ഈ സൈഡിലോട്ട് എങ്ങോട്ടാ കൊണ്ടുപോണേ? എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? ഫ്രണ്ട് കൂടെ എടുത്തു, ഫ്രണ്ട് കൂടെ. കാണിക്കുന്നില്ല. ഒരു സൈഡിൽ കൂടി അതിന്റെ നടുക്കൂടി എടുക്കാൻ പറ്റൂല. എടുത്തോ, കുഴപ്പമില്ല, പോട്ടെ. നടുക്കോടെ പില്ലർ നമുക്ക് സാൻഡിലോട്ടാ പോട്ടെ, സാൻഡിലോട്ട്. എടുത്തോട്ട്. വണ്ടി മാറണേ നമ്മളെ ആ വോൾട്ട് വെച്ച് ഇടി വിട്, വോൾട്ട് വെച്ച്. ഓൾട്ടോ ചിടിച്ചിട്ട് പോലീസിന്റെ വണ്ടി ഇടി, പോലീസിന്റെ വണ്ടി ഇടി. നമ്മൾ ഇടിക്കാൻ അയ്യോ സരക്കിന്റെ ശബ്ദം കേൾക്കുന്നില്ല, എനിക്ക് കോളൊന്നും കേൾക്കുന്നില്ല. സരക്ക് എന്റെ വണ്ടി കൊണ്ട് ഇടിക്കുന്നതാണ്. അതോളൂ വാസന, വോൾട്ട് തിരിച്ചു നോക്കിയിട്ടുള്ളൂ. എനിക്ക് ഏത് സൈഡ് നേരെ എടാ ഇവന്മാര് ഡിഫൻഡർ കൊണ്ട് പുറയിലോട്ട് പോലീസിനെ ഇടിച്ചു കളഞ്ഞോണ്ടിരുന്നാ മതിയെ. ബോൾട്ട് ഇടിക്കണ്ട. റൈറ്റ് ഓ പോട്ടെ ഇവിടെ എനിക്ക് ലോഡായിടാ. ബാക്കിയുള്ള എല്ലാരും സ്റ്റാൻഡില്ല. മെയിൻ പോട്ട് ആ ലൈൻ വെച്ച് രണ്ടുപേരും ഉമ്മ വെച്ച് വെക്കോ. നിങ്ങളെ വിട്ടു പോ. അയ്യോ ഡിഫൻഡർ ബ്ലോക്ക് മറിച്ച് ലൊക്കേഷൻ കാണിക്കുന്നില്ലേ? എടാ രണ്ട് പേര് ലെഫ്റ്റ് സൈഡിൽ കൂടി കേറിയേ. ഇതിനെ ഓർത്തേക്ക് അവര് കയറി പെട്ടെന്ന് ഇടിച്ച് മറിച്ചിട്ടുണ്ട്. ഈ ടോളിന്റെ ഇടയ്ക്ക് കൂടെ പോയത് നമുക്കൊന്ന് എന്റെ കൈ പെട്രോൾ അടിക്കാൻ പറ്റുമോ? ബാക്കിലോട്ട് നോക്കിയേ. ഒരു വണ്ടി മറിച്ച് ആ വണ്ടന്മാരാണ് ഫ്രണ്ടിലുള്ള പോലീസിനെ ക്ലിയർ ആയി പറ. വീണ്ടും ലെഫ്റ്റ് സൈഡിൽ കൂടി കേറാൻ നോക്കുവാണ്. ഇപ്പൊ ഫ്രണ്ട് വരുവേ നമ്മളെ അവന്മാരെ നോക്കിയാ ലെഫ്റ്റ് സൈഡിലായി നമ്മളേറ്റ് ലെഫ്റ്റ് സൈഡിലായി ഇത് അമ്മമാരൊക്കെ ചായ കുടിക്കാൻ പോയിരിക്കണ്. മനസ്സിലായി എടാ നീയാണ് അങ്ങോട്ട് പോണത്. അയ്യോ എന്നെ വണ്ടി പറഞ്ഞു. വണ്ടി പറഞ്ഞു. മതിലിന്റെ അപ്പുറപ്പുറമായി പോയി വണ്ടി. അയ്യോ പാലം കയറണം, പാലം ഇവിടെ നിന്ന് നേരെ ലെഫ്റ്റ് ഇടേ. അതാണ് എളുപ്പം.
ബസ്സിലൊന്നും എടുത്തിട്ടായിരുന്നു. അമ്പോ. എടാ, ഇടിക്കുന്ന പാലത്തിന്റെ അവിടെ വാ, എല്ലാരും വാ, പാലത്തിന്റെ അവിടെ. ഇവിടെ ലെഫ്റ്റ് ലെഫ്റ്റ് അത്ര ഉള്ളു. വീടിനെ കൊണ്ട് വിടല് പറ, ബാക്കിയുള്ള ഡിഫൻഡറൊക്കെ അവിടെ പോയി. എടാ പീടി ഇങ്ങോട്ട് വിടല്ലേ, നിങ്ങൾ ഇടിച്ചു തെറിപ്പിക്കുക. ബാക്കി ഡിഫൻഡറൊക്കെ എന്ത് ചെയ്യേ? വഴി പെട്രോൾ നടക്കുവാണ. സൂപ്പർ നമ്മളുണ്ട് നമ്മൾ പറയാനുണ്ട്. ലെഫ്റ്റ് പോയ പമ്പിൽ ഇവിടെ ഇറക്കില്ല. കൊണ്ട് കൂടാ ഇവിടെ Need to drop the hook. ഒരാളെ പിക്ക് ചെയ്ത് തന്നെ. എവിടെയാണോ അവര് പോയത്? ഇവിടെ അല്ലേ? ഉറപ്പായോ? ഒരു വണ്ടി നിർത്തിക്കാണ്. ഡെലിവറി സേഫ് ആയല്ലേ? പീടി ക്ലിയർ ആയി പറഞ്ഞാൽ മതി. കണ്ണ് വെട്ടിച്ചിട്ട് കൊടുക്കണല്ലേ പറഞ്ഞേ? കണ്ണ് വെട്ടിക്കണ്ടേ? വെട്ടിക്കാണ്ടല്ലേ ഇപ്പൊ നമ്മളവിടെ നിർത്തിയേക്കണേ? ഇല്ല ഇവിടെ കൊണ്ട് എത്തിച്ചാ മതി. പേടിക്കണ്ട, ബാക്കി മിസ്റ്ററക്സ് നോക്കിക്കോളും. കണ്ണ് വെട്ടിക്കാണ്ട് ഇനിയിപ്പോ അവര് ഇവിടെ തന്നെ ഇല്ല ബാക്കി മിസ്റ്റർ നോക്കിക്കോളും. നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അത് പേടി തിരിച്ചു. നിങ്ങൾ അങ്ങോട്ടുണ്ടെ ഫിറ്റ് ചെയ്യണ്ട, ഇങ്ങോട്ട് വരണേ ഇത്ര അടിച്ചു അതെ. ഇല്ല നമുക്ക് അവര് പോയി തിരിച്ചോ. ഓ ഹലോ കേക്കാവോ? നിങ്ങൾ പറഞ്ഞ സാധനം സേഫ് ആയിട്ട് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. റെസ്റ്റ് ഓഫ് ദി പിടി നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ ഹാൻഡിൽ ചെയ്തോളാം പിടിനെ. ഓക്കെ, ഫ്രം നെക്സ്റ്റ് ടൈം പിടി ഉണ്ടെങ്കിൽ വി വിൽ സ്റ്റെപ്പ് അവേ ഫ്രം ദാറ്റ്. ഒരു കുഴപ്പമില്ല. ഇവിടെ വരുമ്പോ ഇൻ ഫ്രണ്ട് ഓഫ് ഗവൺമെന്റ് നമ്മൾ വെറും ബിസിനസ് എൻറ്റിറ്റി ആണ്. മനസ്സിലായി. ഞങ്ങളുടെ തോക്കില്ലാത്തോണ്ടാണ്. അടുത്ത വട്ടം വരുമ്പോ ഇതുപോലെ സൈറൺ ഉണ്ടാവില്ല, ഞങ്ങൾ മാത്രമേ വരുള്ളൂ. അതാണ് നമുക്ക് വേണ്ടത്. ഉറപ്പായിട്ടും നമുക്ക് അവരുടെ മുന്നിൽ നമ്മുടെ ഫേസ് ബ്ലോ ചെയ്യാൻ പറ്റില്ല. അവര് ജീവനോട് ഇവിടെ വന്നാലല്ല നിങ്ങളുടെ മുഖം കാണേണ്ട വരുള്ളൂ. അല്ല, നമ്മള് വേറെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ വന്ന സമയത്ത് നമ്മൾക്ക് ഇപ്പൊ നിങ്ങൾ തന്ന വണ്ടികൾ ഇത് ഇത്രയും മാത്രമേ നമ്മൾ ഉണ്ടായിരുന്നുള്ളൂ. നമ്മള് മനസ്സിലായി സഡൻ ആയിട്ടൊരു പ്ലാൻ അല്ലേ? അല്ല, ആക്ച്വലി ഇത് ചെയ്യാനായിട്ട് നമുക്ക് 3 വണ്ടികളാണ്. ഈ 3 വണ്ടിയിലേ ഉള്ളു സ്ഥലക്ക്. ഈ വണ്ടി തന്നെയാണ് ചെയ്യുന്നത്, മനസ്സിലായോ? നമുക്ക് ഈ വണ്ടി തന്നെയാണ് നമുക്ക് ഇത് കിട്ടണേ. അപ്പൊ അടുത്ത ഇനി തൊട്ട് കൺസ്യൂമൻസ് വരുന്ന സമയത്ത് നമ്മളിവിടെ എത്തിക്കണം. ലൈക്ക് ഇതുപോലെ എത്തിച്ചാൽ മതി. ഈ വണ്ടി തന്നെ അത് ചെയ്യുന്നത്. അല്ല, അപ്പൊ 8 പേരാണോ ചെയ്യേണ്ടത്? 6 പേര്. എത്ര പേര് വരുമെന്നല്ലോ നിങ്ങൾക്ക് വല്ല ഐഡിയ? എക്സ്ട്രാ നമുക്ക് 2 വണ്ടി കൂടെ യൂസ് ചെയ്യാൻ പറ്റും. 7 ആൾക്കാരുണ്ടാവും. ഓക്കെ, സോ നിങ്ങൾക്ക് തരാന്നുള്ള സാധനം ഞാൻ ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ചില്യാട് ലേക്ക്. ചില്യാട് ലേക്ക് ഉണ്ട്. ഐ തിങ്ക് മിസ്റ്റർ AP. ഓക്കെ, പ്ലീസ് ബ്രിങ് ദം ഓവർ ദർ. നമ്മുടെ ടീം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ മിസ്റ്റർ വാസുദേവ്. ഹലോ, എങ്ങനെയുണ്ടായിരുന്നു? ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞതുപോലെ ഇത് ഞങ്ങൾക്ക് ഒരു ടാസ്ക് ആയിട്ട് തോന്നിയില്ല. ഇതൊരു ജസ്റ്റ് നമുക്കൊരു ഡീലായിട്ട് തന്നെ ഫീൽ ചെയ്ത്. എനിവേ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്. സോ ഓക്കെ, ബാക്കി കാര്യങ്ങളിലേക്ക് ചർച്ച ചെയ്യാം. നമുക്ക് ഓക്കെ നടക്കാം, നടന്ന് സംസാരിക്കാം. ഓ ഉറപ്പായിട്ടും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഇപ്പൊ സിറ്റിയിൽ വന്നിട്ട് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചിട്ട്, അപ്പൊ നമ്മുടെ ഡീലിങ്സുകളൊക്കെ എപ്പോഴും ഇവിടെ തന്നെ ആയിരിക്കുമോ അതോ പല സ്ഥലങ്ങളിലായിരിക്കുമോ? നമുക്ക് ഇല്ലീഗൽ ഡീലിങ്സിന് മാത്രം നമ്മൾ സെപ്പറേറ്റ് ലൊക്കേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ. സോ അങ്ങനെ ഒരു ഫിക്സഡ് സ്പോട്ട് ഉണ്ടാവില്ലല്ലേ? ഇല്ല, ലീഗലിയുള്ള ആക്ഷൻസിന് മാത്രമായിരിക്കും ഓക്കെ നമ്മൾ ഓഫീസിൽ വെച്ചിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, മനസ്സിലായി. സോ JP അതൊന്ന് മീറ്റ് സ്വീകരിച്ചു പറ്റേ നമ്മുടെ JP എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ നെയിം എന്താണ്? ജെയിംസ് പാറ്റ്. ഓക്കെ. നേരത്തെ അണ്ണ ഇല്ലായിരുന്നു. ഇത് നമ്മുടെ നേരത്തെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വിട്ടുപോയതാണ്. ഇതാണ് നമ്മുടെ മെയിൻ കോ ലീഡർ ആണ്, സരക്കാണ്, നമ്മുടെ IGL ആണ്. മുമ്പേ വന്നപ്പോ ഞാൻ പറഞ്ഞില്ല ഫ്ലൈറ്റ് മിസ്സായി പോയിരുന്നു. പിന്നെ ഇപ്പൊ ഇത് പ്രൈവറ്റ് ജെറ്റിലാണ് ആളെത്തിയത്. നമ്മളിപ്പോ ഒരു ജെറ്റ് അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്നതാണ്. സോ എന്റെ പേര് സാൻഡർ കേജ്. ഓക്കെ, ദിസ് ഈസ് ജെയിംസ് പാട്രിക് JP. ഓക്കെ, സോ സരക്ക് ടാസ്കിലുണ്ടായിരുന്നില്ലേ? ടാസ്കിലുണ്ട്. ഓക്കെ.
സോ JP എന്തെങ്കിലും റിസീവ് ചെയ്യേണ്ടി വരുന്നു ടാസ്ക് കഴിഞ്ഞിട്ട്? ഇല്ല കറന്റ് റിസീവ് ഒന്നുമില്ല. ഇവരുടെ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള റിവാർഡ്സ് ഇവരുടെ GH വരുമ്പോഴത്തേക്ക് അവരുടെ ലോക്കറിലുണ്ട്. യെസ്, നിങ്ങളുടെ ഗ്യാങ് ഹൗസ് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ ലോക്കറിലേക്ക് നമ്മുടെ റിവാർഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എത്തിക്കുന്നതായിരിക്കും. ഇതൊരു ടോക്കൺ ഓഫ് അഡ്വാൻസ് നമ്മളായിട്ട് ഇപ്പോൾ ചെയ്തൊരു ടോക്കൺ ഓഫ് അഡ്വാൻസ് സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട്. Thank God for today. Yeah, sure. So, Mr. Vasu and one of your co-leader, please come with me. Lucy? Yes. So, നിങ്ങൾക്ക് കേൾക്കാണ്ടോ? കേൾക്കാം. ഇത് നമ്മുടെ മിസ്റ്റക്സിന് ട്രക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മേടിക്കാം. ഇറ്റ്സ് ലൈക്ക് 6 CR ഉള്ളൂ. ഓക്കെ. ഇത് നമ്മുടെ സ്റ്റോറേജിന് വൈറ്റ് മണി. ഈ ട്രക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് ഇതിന്റെ ഉള്ളിൽ എടുത്ത് ഞങ്ങൾക്ക് ഇന്നത്തെ ഗിഫ്റ്റ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. നോ ബൂം ബോക്സ് ബിലോങ്ങിങ് ടു 1 2 3 4 5 6 7 8 3 5 10 ഗണ്ണ്, ഹൈ കാർവ്, കാർബൺ റൈഫിൽ, ബ്ലൂ പ്രിന്റ്, മെറ്റൽ റോഡ്, അലുമിനിയം. രായ ഇതൊന്ന് കളക്ട് ചെയ്ത് വെക്കണം കേട്ടോ. കുഴപ്പമില്ല, നാളെ നിങ്ങളുടെ ഗ്യാസിലോട്ട് എത്തിച്ചേക്കാം. അപ്പോൾ ഇതും അതിന്റെ ബുള്ളറ്റ്സ് നാളെ ഗ്യാങ് ഹൗസിലേക്ക് എത്തിച്ചേക്കാം. നമ്മൾ കോൺടാക്ട് ചെയ്യാൻ ഓൾവേസ് യൂസ് ചെയ്യാം. ഈ വണ്ടി നമ്മൾ മേടിക്കുകയാണെങ്കിൽ എന്താണ് അഡ്വാൻറ്റേജ്? ഇത് സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യാം. സ്റ്റോറേജ് ആണ് ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് ഉള്ള വണ്ടിയാണ്. നമുക്ക് ക്രാഫ്റ്റിംഗിനൊക്കെ ഏറ്റവും യൂസ് ചെയ്യാം. മോസ്റ്റ്ലി മിസ്റ്റർ എക്സ് ആയിട്ടുള്ള എല്ലാ ഡീലിംഗിലും ഈ ട്രക്ക് നമുക്ക് ആവശ്യം വരും. ഓക്കെ, സോ അപ്പൊ നമുക്ക് ട്രക്ക് ഒരെണ്ണം വാങ്ങിക്കണം നമുക്ക്. നമുക്ക് 6 CR കോസ്റ്റേ ഉള്ളൂ. ഞങ്ങളിപ്പോ വന്നതേ ഉള്ളല്ലോ. അപ്പൊ നമ്മൾ കുറച്ച് ഒരു 2 ദിവസം ഗ്രൈൻഡ് ചെയ്തിട്ട് ഞങ്ങൾ വന്ന് മേടിക്കാം. ഓക്കെ. അപ്പോൾ മിക്സ്ടെക്സിനെ കോൺടാക്ട് ചെയ്യാൻ ഓൾവേസ് യൂസ് യെല്ലോ പേജ്. ഓക്കെ, യെല്ലോ പേജ് വഴി കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ നാളെ ഗ്യാങ് ഹൗസ് ഒക്കെ എത്തി കഴിയുമ്പോൾ ഒന്ന് വിളിച്ചാൽ മതി. വി വിൽ സെൻഡ് സമൺ വിത്ത് ദ ട്രക്ക്. ഫോർ ഷുവർ. ഓക്കെ. എല്ലാം റിസീവ് ആയില്ലേ? യെസ്, അവർക്ക് നാളെ ഗ്യാങ് ഹൗസിലേക്ക് നമുക്ക് ഡെലിവറി ചെയ്യാം. അതൊന്നും സെറ്റ് ആയിട്ടില്ല എന്ന് പറയുന്നു. ഹാപ്പി നിങ്ങളുടെ ഒരു ബിസിനസ് ഞങ്ങൾ നിങ്ങളോട് വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ആൻഡ് ഇനി അങ്ങോട്ടും നിങ്ങൾക്ക് നല്ല നല്ല കോൺട്രിബ്യൂഷൻസ് ഒക്കെ തരാൻ ഞങ്ങളെ കൊണ്ട് പറ്റും. സോ ഞങ്ങൾക്ക് അതിൽ കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് താങ്ക് യു ഫോർ വെൽക്കമിങ് അസ്. അപ്പം ഇനിയുള്ള പരിപാടികളിൽ കാണാം.